അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഭാര്യ വീട്ടിൽ നമ്മൾ മൂന്നാമത്തെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഇതാണ് ഇവിടെ ഫുള്ള് സജീവമായിട്ട് ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അതവിടെ കുറേ കളങ്ങ് വരയ്ക്കലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്തിനാണെന്നുള്ള നമുക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോഴേക്കും ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് സ്പീക്കറും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളോട് പ്ലാൻ ചെയ്യുന്നത്? പരിപാടി കസാരക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, സൂചി നൂലും കോർക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കലം പൊട്ടിക്കൽ, പഴം തീറ്റ മത്സരം, പടം വലി, ബിസ്ക്കറ്റ് കഴിക്കൽ. ബിസ്ക്കറ്റ് കഴിക്കൽ മത്സരമാണോ? യെസ്. അപ്പൊ നമുക്ക് പൊളിക്കാം. ഹാപ്പി ഓണം. ഇന്നത്തെ മുഴുവൻ പരിപാടികൾക്കും സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സനീഷ് ഇന്നത്തെ മത്സര പരിപാടികൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേര കളി, സൂചിയിൽ നൂല് കോർക്കൽ, കുപ്പിയിൽ വെള്ളം തുടങ്ങിയ ഒട്ടനവധി. അപ്പോൾ തന്നെ പോലെ തന്നെ എല്ലാവരും ഇതുപോലെ പരിപാടി കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് പരിപാടി തുടങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തയിലാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തടുത്ത് കുടുംബക്കാരും വീടുണ്ടായതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ അച്ചമ്മയും കാര്യങ്ങളൊക്കെ ഫുള്ള് സജീവമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്. പരിപാടി എല്ലാവരും ഉണ്ട് സജീവമായി. ഫസ്റ്റ് മത്സരമായ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് സുന്ദരിക്ക് ശരിക്കും പൊട്ട് തൊട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടികളും വലിയവരും എല്ലാവരും ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിജയം ആരാണെന്ന് നോക്കാം. സുന്ദരിക്ക് പൊട്ടിടാൻ പോയിട്ട് ലാസ്റ്റ് ആൾ പോയി കാറിൻ്റെ ബോണറ്റിന് പോയി പൊട്ടിട്ടെടുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞ പുതുചക്കനെ കൊണ്ട് നമ്മൾ എന്ത് ഡീപ്പിച്ചു, പൊട്ട് ഡീപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറേ മടിച്ചു നിന്ന്, പക്ഷെ എന്നാലും ലാസ്റ്റിൽ മൂപ്പര് ഇറങ്ങി. അങ്ങനെ ഒടുവിൽ നമ്മുടെ ചാൻസ് എത്തിയിട്ടുണ്ട്. ഞാൻ പോയി സുന്ദരിക്ക് പൊട്ട് പോയി തൊട്ടിട്ട് വരാം.
Yeah!
തോൽപ്പിക്കാം അവിടെ തന്നെ. Yes. Betul. Correct. Yes. ഞാൻ ഇത് കറക്റ്റ് ഇടുന്നു വിചാരിച്ചു. അകലാണ് നമ്മൾ കറക്റ്റ് ഇട്ടിരുന്നു. അടുത്തായി കസേരക്കളിയുടെ മത്സരം നടക്കുകയാണ്. കസേരക്കളി കസേരക്കളി വിചാരിച്ച പോലെ നല്ല രസമുണ്ട്. അത് എത്രയോ ഒരു ആളെക്കാട്ടിലൊരു ചെയർ കുറവായിരിക്കും അതിൽ, ആളെണ്ണത്തില്ല. പക്ഷെ അതിൽ പെട്ടെന്ന് ഇരിക്കണവർക്കാണ് അതിൻ്റെ വിജയം കണ്ടെത്തുക. അങ്ങനെ അതിൽ ഓരോരുത്തർ ഔട്ടായിട്ട് വരും. ലാസ്റ്റ് ഒറ്റ ചെയറേ ഉണ്ടാവുള്ളൂ. ആ ചെയറിൽ ഇരിക്കുന്ന ആൾ ആരാണോ ഓലാണ് ഇതിൽ വിജയി. അപ്പോൾ ഇതിൽ വിജയി ആരാണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തർ നല്ല രസമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ വൈഫ് ഔട്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഔട്ടാവും. സംഗതി നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നടത്തത്തിന് കുറച്ച് സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ നടത്തൊന്നും പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സംഭവം ഇപ്പോൾ രസമായിട്ട് വരുന്നുണ്ട്. ആളുകളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയ് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ 3 ആളായിട്ടുണ്ട്. 3 ആളുകളിൽ ആരായിരിക്കും വിജയാത്ത 2 പേരായി. അപ്പോൾ ഒന്നാമത്തെ വിജയെ ഇപ്പോൾ കണ്ടെത്തുക ശനിയാണ് വിജയ. വീണ്ടും യൂട്യൂബർ സുജുവിന്റെ മകൻ തോറ്റിരിക്കുന്നു. കുട്ടികളുടെ ഫൈനൽ മത്സരത എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ വിജയം ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും സംഗതി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടും ഫസ്റ്റിൽ ഇതിലെ കുട്ടികളുടെ വിജയം ആരാണെന്നുള്ളത് ഇപ്പോൾ കണ്ടെത്താൻ പറ്റും. ഇതിലാരാണോ ചേർന്നിരിക്കുന്നത് അവരായിരിക്കും വിജയി. ഏതായാലും ഇപ്പോൾ വിജയം കണ്ടെത്തിയിരിക്കും. അപ്പം പിന്നെ അടുത്ത മത്സരം വരുന്നത് ലെമൺ സ്പൂൺ.
ഇനി നടക്കാൻ പോകുന്ന മത്സരമാണ് ഭയങ്കര രസകരമായ മത്സരം. നമ്മുടെ നെറ്റിയുടെ മുകളിലാണ് ബിസ്ക്കറ്റ് വയ്ക്കുന്നത്. നെറ്റീൻ്റെ മേലെ ബിസ്ക്കറ്റ് വെച്ചിട്ട് കൈ കൊണ്ട് തൊടാതെ അത് തിന്നുക എന്നുള്ളതാണ് ടാസ്ക്. അത് എങ്ങനെ നടക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഏതായാലും പരിപാടി തുടങ്ങിയിട്ടുണ്ട്, നോക്കാം. നമുക്ക് ഇതെന്താവും എന്നുള്ളത് നമുക്കറിയില്ല, എങ്ങനെയാണെന്നുള്ളത് ഇതുവരെയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങാം. എന്തായാലും വേണ്ടില്ല, ജയിച്ചാലും വേണ്ടില്ല തോറ്റാലും വേണ്ടില്ല എന്നുള്ളതിൽ ഞാനും ഉണ്ട് ഇതിൽ. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് പരിപാടി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാവും. എല്ലാവരും നെറ്റിയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൈകൊണ്ട് തൊടാതെ വായിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക് വരാൻ പോകുന്നത്. അപ്പോൾ നോക്കാം ആരാണ് ഇതിലെ വിജയി എന്നുള്ളത്. ഓക്കെ, അതാ നമ്മുടെ അളിയനാണത് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് എപ്പോഴും ടെക്നിക്ക് മനസ്സിലായിട്ടില്ല. സംഗതി ഏതായാലും അടിപൊളിയായി. അയ്യോ അത് അത് പറയേ Ready? 1, 2, 3, start! ഇതിനു വേണ്ടി മാത്രം ഒരിക്കൽ കൂടി നടത്തുന്നു. ആങ്ങളെയും പെങ്ങളും കൂടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആർക്കും ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ലാസ്റ്റിൽ അറിയാൻ പറ്റും ആർക്ക് ഇതിൽ ഫസ്റ്റ് അടിക്കും എന്നുള്ളത്. ഇത് കുറേ നേരമായിട്ട് മുഖം കൊണ്ട് പല ആക്ഷൻസും കാണിക്കുന്നുണ്ട് രണ്ടാളും. ആങ്ങളെയും പെങ്ങളും ആയതുകൊണ്ട് ഏതായാലും രണ്ടാൾക്കും കൂടെ ട്രോഫി കൊടുക്കുക എന്നുള്ളതാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ നീണ്ടു പോകാമെന്നല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചൊരു ട്രോഫി കൊടുത്തു. രണ്ടാളും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അടുത്ത മത്സരം വരുന്നത് ബലൂൺ ഊതിച്ച് വീർപ്പിച്ച് പൊട്ടിക്കുക. ഫസ്റ്റ് പൊട്ടിക്കുന്ന ആൾക്കാർ ഒന്നാം സമ്മാനം നേടുന്നതായിരിക്കും. അതാണ് അടുത്ത മത്സരം വരുന്നത്. അനു മുന്നിൽ നിന്ന് മാറി ഈ പരിപാടി സത്യമാണ്. ഇതോ കൊള്ളുന്നു. അഞ്ചു 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 ഇതോ അടുത്ത മത്സരം നടക്കുന്ന ഉറിയടി പരിപാടിയാണ്. ഉറിയടി അതിലത്തെ വിജയി ആരാണെന്നുള്ളത് നോക്കാം. ഒരാൾക്ക് 3 അടിയാണ് ചാൻസ് കൊടുത്തേക്കുന്നത്.
അടിച്ചോ അടിച്ചോ 3 അവസരമാണ് കിട്ടുക. 3 പ്രാവശ്യം മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. അതന്നെ ഒന്നുകൂടി. അടുത്ത മത്സരം വരുന്നത് പഴം തീറ്റ മത്സരമാണ്. ഒരാൾക്ക് 3 പഴമാണ് കൊടുത്തിരിക്കുന്നത്. 3 പഴം ആരാണോ ഫസ്റ്റ് നിന്ന് തീർക്കുന്നത് അവരായിരിക്കും ഒന്നാം സ്ഥാനക്കാർ. അനുമോൾ ജയിച്ചിരിക്കുകയാണ്. അനുമോൾ ജയിച്ചിരിക്കുകയാണ്. അനുമോൾ ജയിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും നന്നായി പറഞ്ഞുകൊണ്ട് എന്റെ മോനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ടീ ബ്രേക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടൊരു ചായ കുടിക്കുകയാണ്, കട്ടൻ ചായ. അത് കഴിഞ്ഞിട്ട് സൂചിയും നൂലും കോർക്കൽ മത്സരമാണ് നടക്കുന്നത്. നൂല് കോർക്കൽ പരിപാടി. ആയിക്കോട്ടെ 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 ഓക്കെ. ഓണപ്പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായി സമ്മാനദാനമാണ് നടക്കാൻ പോകുന്നത്. എന്തൊക്കെ സമ്മാനത്തിന് സമയമായോ? ഇതാണ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് അല്ലേ, ഡ്യൂട്ടികൾക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സമ്മാനദാനം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ളവർ. അവർക്ക് എന്തൊക്കെയോ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രോഫികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രോഫി ഉണ്ട്, ലൈസ് ഉണ്ട്, സർഫ് എക്സൽ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, 7up ഉണ്ട്. ഇത് ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം എന്നീ ആളുകൾക്ക് മാത്രമാണ് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞോട് കൂടി കുട്ടികളുടെ വടംവലി മത്സരം കൂടെ അതോടൊപ്പം കൂടിയിട്ട് പരിപാടി നിർത്തി വയ്ക്കുന്നതാണ്. സമയം രാത്രി ആയതുകൊണ്ട് സമ്മാനദാനത്തിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായതിനാൽ നമ്മൾ എടുത്തിട്ടില്ല. അപ്പം 3ാം ദിവസത്തെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ്.